നമസ്കാരം. ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ ചൊല്ലി വിവാദം. ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠയ്ക്ക് മുൻപ് കണ്ണു തുറന്ന നിലയിലുള്ള വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്ന് മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം വ്യാഴാഴ്ച രാത്രി വൈകിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഈ ചിത്രത്തിൽ വിഗ്രഹത്തിന്റെ കണ്ണുകൾ മഞ്ഞ തുണി കൊണ്ട് മൂടിയിരുന്നു. ഒരു ദിവസത്തിനു ശേഷം മറ്റൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി. കണ്ണുകൾ മറയ്ക്കാതെ പൂർണ്ണ രൂപത്തിലുള്ള വിഗ്രഹമായിരുന്നു അത്. പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപ് ഒരിക്കലും വിഗ്രഹത്തിന്റെ ഏതെങ്കിലും ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പുറത്തു പോകരുത് എന്നാണ് ആചാരം. അതിന്റെ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകുന്നതിന് മുൻപ് ശ്രീരാമ വിഗ്രഹത്തിന്റെ കണ്ണുകൾ വെളിപ്പെടുത്താനാകില്ലെന്ന് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു. ആചാര ലംഘനമായാണ് അതിനെ കണക്കാക്കുന്നത്. ആരാണ് കണ്ണുകൾ പ്രദർശിപ്പിച്ചതെന്നും വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതെന്നും അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും രാം മന്ദിർ ട്രസ്റ്റിന്റെയും ഭാരവാഹികൾ അത്തരത്തിലുള്ള ഒരു ചിത്രവും പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. കർണാടകയിലെ മൈസൂർ സ്വദേശിയായ ശില്പി അരുൺ യോഗിരാജാണ് രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ശാലിഗ്രാം ശില കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ശാലിഗ്രാം പാറ. ഇത് ജലപ്രതിരോധ ശേഷിയുള്ളതാണ്. ചന്ദനമടക്കമുള്ളവ പുരട്ടുന്നത് വിഗ്രഹത്തിന്റെ ശോഭയെ ബാധിക്കില്ല. ഇത് കറുത്ത നിറമുള്ള കല്ലാണ്. പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ശാലിഗ്രാം കല്ല് വിഷ്ണുവിന്റെ രൂപമായും ശ്രീരാമനെ വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായുമാണ് കണക്കാക്കുന്നത്. ശ്രീരാമ വിഗ്രഹത്തിന്റെ ആകെ ഉയരം 51 ഇഞ്ചാണ്. ഏകദേശം 200 കിലോഗ്രാം ആണ് ഭാരം. ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രതിഷ്ഠാ ചടങ്ങിന്റെ മുഖ്യാതിഥി. തൊട്ടടുത്ത ദിവസം തന്നെ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറക്കുമെന്നാണ് പ്രതീക്ഷ. രാംലാലയുടെ പഴയ വിഗ്രഹം പുതിയ വിഗ്രഹത്തോടൊപ്പം രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സൂക്ഷിക്കും. പ്രതിഷ്ഠാ ദിനം ദീപാവലി പോലെ മൺവിളക്കുകൾ കത്തിച്ചും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടും ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം അവരവരുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അയോധ്യയിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുള്ള ക്രമീകരണങ്ങൾ നേരിട്ട് പരിശോധിക്കാനും അവരവരുടെ മണ്ഡലത്തിലെ ആളുകളെ രാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനും മോദി കേന്ദ്ര മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗഹാർദ്ദം നിലനിർത്താൻ ഇതെല്ലാം ലാളിത്യത്തോടെ ചെയ്യണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാളെയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക.